നമസ്കാരം. തിരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ ഛത്തീസ്ഗഡിന്റെ ഗവർണറായേക്കുമെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ തന്നെ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് ബി.ജെ.പി നേതൃത്വം അനൗദ്യോഗികമായിട്ട് പറയുന്നത്. ഇക്കാര്യം പല തലങ്ങളിൽ നിന്നും കേട്ടെന്നും ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പത്മജ തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള മാധ്യമങ്ങളോട് പറയുന്നുമുണ്ട്. പക്ഷേ ബി.ജെ.പി തനിക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് ഉറപ്പുണ്ട് എന്നും പഴയ പാർട്ടിയിൽ നിന്നുണ്ടായിട്ടുള്ള ചവിട്ടും കുത്തുമൊന്നും ഉണ്ടാകില്ല എന്നുള്ള വലിയ ഉറപ്പുണ്ടെന്നുമൊക്കെയാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ പറയുന്നത്. ബിശ്വഭൂഷൺ ഹരിചന്ദനാണ് നിലവിൽ ഈ ഛത്തീസ്ഗഡിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കാരണം അദ്ദേഹം പാർട്ടി പദവി അടക്കം അല്ലെങ്കിൽ ഈ പദവി ഗവർണർ പദവി അടക്കം ഒഴിയാനിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ നല്ലൊരു പദവി എന്നതായിരുന്നു പത്മജയ്ക്ക് ബി.ജെ.പി നൽകിയ വാഗ്ദാനം എന്ന് പറയപ്പെടുന്നത്. അത് ഈ പത്മജയ്ക്ക് ലഭിക്കാൻ പോകുന്നു. ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് എത്തപ്പെട്ട പത്മജയ്ക്കാണ് ഇപ്പോൾ ഗവർണർ സ്ഥാനം ലഭിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഒരു പാർട്ടിയിലും ചിലപ്പോൾ കോൺഗ്രസിലൊക്കെ നിന്നാൽ ചിലപ്പോൾ ഒരിക്കലും ലഭിക്കാത്ത ഒരു പദവിയിലേക്കാണ് അങ്ങനെയാണെങ്കിൽ പത്മജ വേണുഗോപാൽ പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഛത്തീസ്ഗഡിൻ്റെ ഗവർണറായിട്ടായിരിക്കും സ്ഥാനം ലഭിക്കുക. ഈ തിരഞ്ഞെടുപ്പിന് മുമ്പാണ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പത്മജ ചേക്കേറിയത്. പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം കഴിയുമ്പോൾ തന്നെ ഗവർണർ സ്ഥാനത്തേക്ക് പത്മജയെ നിയമിക്കുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അങ്ങനെയാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം അടക്കം പറയുന്നത്. അതിൻ്റെ ചില സൂചനകൾ വന്നിട്ടുണ്ട് എന്ന് പത്മജയും മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പത്മജ വേണുഗോപാൽ ഈ വരുന്ന ജൂൺ മാസം 15-നകം തന്നെ ഗവർണറായി ഛത്തീസ്ഗഡിലേക്ക് പുറപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. എന്തായാലും പത്മജയ്ക്ക് ഏറ്റവും നല്ലൊരു അധികാര പദവി അത് നൽകുകയാണ്. ഒന്നുകിൽ അധികാര പദവി അല്ലെങ്കിൽ ഒരു സീറ്റ് എന്നതായിരുന്നു ബി.ജെ.പി മുന്നോട്ട് വെച്ചത്. അതിൽ ബി.ജെ.പിക്ക് സീറ്റ് നൽകാൻ കഴിയില്ല. പകരം ഇപ്പോൾ അധികാര പദവിയിലേക്ക് എത്തുകയാണ്. അത് ഗവർണർ സ്ഥാനമാണ്. ആ ഗവർണർ സ്ഥാനം ഈ വരുന്ന ജൂൺ മാസം 15 മുൻപ് തന്നെ ഛത്തീസ്ഗഡിൻ്റെ ഗവർണറായി സ്ഥാനമേൽക്കുവാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ പത്മജയ്ക്ക് മുന്നിൽ ഉള്ളത്.